വെളിപ്പാട് 17:14. അവർ കുഞ്ഞാടിനോട് പോരാടും. താൻ കർത്താധികർത്താവും രാജാധിരാജാവും ആകകൊണ്ട് കുഞ്ഞാട് തന്നോടു കൂടെയുള്ള വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമായി അവരെ ജയിക്കും. കുഞ്ഞാടിനോട് പോരാടും. ആരാകുന്നു? ഹല്ലേലൂയ. ഇരിക്കുന്ന മൃഗത്തിന്റെ 7 തലകൾ, ഹല്ലേലൂയ, അത് 7 മലകളാവുന്നു എന്നൊക്കെ പറഞ്ഞു. അതുവഴി 10 കൊമ്പ്, ആ മൃഗത്തിലുള്ള 10 കൊമ്പുകൾ 10 രാജാക്കന്മാരുമാവുന്നു എന്നൊക്കെ അവിടെ പറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. അവർക്കെല്ലാം ഒരേ അഭിപ്രായം, ഹല്ലേലൂയ, പറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരേ അഭിപ്രായമാവുന്നുള്ളതെന്ന് പറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. തങ്ങളുടെ അധികാരവും ശക്തിയും ഏൽപ്പിച്ചു കൊടുക്കുന്ന അവസ്ഥകൾ. ഹല്ലേലൂയ. കർത്താവിന്റെ ഏത് കൽപ്പനയും നമ്മളിലേക്ക് വരുന്നത് 10 കൊമ്പുകൾ എന്ന് പറഞ്ഞാൽ 10 കൽപ്പനകൾക്കെതിരെ എഴുന്നേൽക്കുന്ന നമ്മുടെ മത്സരങ്ങൾ, 10 കൽപ്പനകൾക്ക് എതിരായിട്ട്. ഹല്ലേലൂയ. ഇത് കൃത്യമായിട്ട് 10 കൽപ്പന എന്നല്ല, നമ്മളോട് പറയുന്ന ഏത് കാര്യത്തോടും മത്സരിക്കുന്ന നമ്മൾ എഴുന്നേൽക്കുന്ന ആ തലകളെ ആവുന്നോട് കുറിക്കുന്നത്. ഏത് കൽപ്പനയും നമ്മളിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ഏതൊരു തിരിച്ചറിവ് നമ്മളിലേക്ക് വരുന്നത് അതിന് എന്തിനു വേണ്ടിയിട്ടാകുന്നു? അല്ലെങ്കിൽ നമുക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ട് ജീവൻ ഉണ്ടാകുവാനും ആകും. സമൃദ്ധിയായിട്ട് ജീവൻ ഉണ്ടാകുന്ന എങ്ങനെ? ആദ്യം അല്ലെങ്കിൽ നമ്മുടെ ഈ ആദ്യം അന്ന് ഈ കാര്യത്തിൽ തന്നെ ഒന്ന് എടുത്ത് അല്ലെങ്കിൽ അതിലേക്ക് ഒന്ന് കടന്നു നിൽക്കുമ്പോഴോ വീണ്ടും പലവിധമായ തിരിച്ചറിവുകൾ നമുക്ക് കിട്ടുന്നു, വെളിപ്പാടുകൾ കിട്ടുന്നു. അതിനനുസരിച്ച് വീണ്ടും മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് അവിടെ മരണകരമായ അനേകം കാര്യങ്ങൾ, അതായത് ദുഷ്ടമായ അനേകം കാര്യങ്ങൾ നമ്മളിൽ മറിഞ്ഞു കിടക്കുന്നതിനെ നമുക്ക് തന്നെ ഗ്രഹിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിൽ അല്ലെങ്കിൽ അപ്പം അതൊക്കെ ഒന്ന് പുറത്തേക്ക് വരുമ്പോൾ ഒരു സംഘർഷാവസ്ഥ തന്നെയാവുന്നു. ഹല്ലേലൂയ. കാരണം നമുക്ക് അതാവുന്ന ശരിയെന്ന് തോന്നുന്ന രീതിയിൽ പലതും നമ്മൾ എഴുന്നേറ്റ് വരുമെങ്കിലും വീണ്ടും കർത്താവിൽ തന്നെ ആശ്രയിച്ച് ചിന്തകൾ ഉണ്ടാക്കുന്ന ദുഷ്ടനെ പുറത്താക്കി പോകുമ്പോഴോ അവിടെ മരണകരമായ കാര്യങ്ങൾ നേരം പുറത്താക്കിയും ജീവനെ അകത്തേക്ക് കൊണ്ടുവരിക. അങ്ങനെ ജീവൻ ഉണ്ടാകുകയും സമൃദ്ധിയായിട്ട് ഹല്ലേലൂയ ഓരോ പോയിന്റും ഹല്ലേലൂയ ജീവനെ വർദ്ധിപ്പിച്ചെടുക്കാനും തക്ക സാഹചര്യമായിട്ട് അത് മാറുക ചെയ്യുന്നത്. ഇത് ദുഷ്ടന് അറിയാം, അനേകം ദുഷ്ടന്റെ താവളങ്ങൾ നമ്മളിൽ നഷ്ടപ്പെട്ടു പോകും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നു? അതിന് അവസരം കൊടുക്കാതെ ആദ്യം തന്നെ നമ്മളോട് പറഞ്ഞ കാര്യത്തെ എതിർക്കുന്ന അവസ്ഥ നമ്മളിൽ അത് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പം ആ ഒരു കാര്യം മാത്രമല്ല, അതുപോലെ അനേകം ജീവൻ ഉണ്ടാകുന്നതിന് ഉള്ള വഴി നമ്മൾ തന്നെ അടച്ചു കളയുകയാണ്. ഹല്ലേലൂയ. അപ്പൊ ഈ ഒരു പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ 10 രാജാക്കന്മാർക്ക് ഒരേ അഭിപ്രായം, അതായത് തങ്ങളുടെ രാജ്യവും ശക്തിയും ദുഷ്ടനെ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. അതായത് ഹല്ലേലൂയ ആ ദുഷ്ടന്റെ രാജ്യത്തെ നശിപ്പിക്കുവാനായിട്ട് കർത്താവ് കൊണ്ടുവരുന്ന ഓരോ കാര്യത്തെയും ഹല്ലേലൂയ ജയിച്ച് അല്ലെങ്കിൽ വീണ്ടും അവിടെ ദുഷ്ടൻ ഇടം കൊടുക്കുക എന്നുള്ള ഫലം തന്നെയാവുന്നു. ഹല്ലേലൂയ. മൃഗത്തിന്റെ 10 കൊമ്പുകളും, അതായത് ഹല്ലേലൂയ കർത്താവിനോട് എതിർക്കുന്ന അനുസരണക്കേടായിട്ട് മത്സരങ്ങളായിട്ട് ഒക്കെ എഴുന്നേൽക്കുന്ന തലങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ദുഷ്ടന്റെ ഉദ്ദേശം അതാവും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പം ഒരു അനുസരണത്തിലൂടെ തന്നെ നമുക്ക് അടുത്തതിലേക്കും അത് 10ആയിട്ടും 100ആയിട്ടും 10,000ആയിട്ടും കടന്ന് ഹല്ലേലൂയ അനേകം ഇരുളിന്റെ വാഴ്ചകളെ മാറ്റിക്കളഞ്ഞ് നമുക്ക് വെളിച്ചം കൊണ്ടുവരാനും, ആ വെളിച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിച്ചം മനുഷ്യന്റെ ജീവനായിരുന്നു എന്ന് പറഞ്ഞെങ്കിൽ ഓരോ കാര്യത്തിലും നമുക്ക് സമാധാനമില്ലാത്ത അവസ്ഥയായിക്കോട്ടെ അവിടെ സമാധാനം വാഴുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. രോഗത്തിന്റെ അവസ്ഥയായിക്കോട്ടെ രോഗം മാറി ആരോഗ്യം വരുന്ന, സന്തോഷം വരുന്ന, സ്വസ്ഥത വരുന്ന അവസ്ഥകളായിരിക്കും ഉണ്ടാവുന്നത്. ഹല്ലേലൂയ. പക്ഷേ തീർച്ചയായിട്ടും രോഗം തരുന്ന പോലെ അല്ല സമാധാനം തരുന്നതെന്ന് പറഞ്ഞു. ലോകത്തിന്റെ സമാധാനം എങ്ങനെയാണ്? ഹല്ലേലൂയ. നമുക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടാകുമ്പോൾ ആശ്വസിപ്പിച്ച സാരമില്ല, ഇങ്ങനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു കൊണ്ടുപോകുന്ന സമാധാനം വരുത്താനാകുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അത് തൽക്കാലത്തേക്ക് വരുന്ന ഒരു സമാധാനമാണെങ്കിൽ കർത്താവ് പറഞ്ഞിരിക്കുന്നു ലോകത്തിൽ സമാധാനം വരുത്തുവാനല്ല വാൾ വരുത്തുവാനത്ര ഞാൻ വന്നിരിക്കുന്നത്. അതായത് ഹല്ലേലൂയ സമാധാനക്കേട് ഉണ്ടാക്കുന്ന ഹല്ലേലൂയ ആ ഇടകളെ അവിടെ ഒളിച്ചിരുന്ന് തൽക്കാലത്തേക്ക് രക്ഷപ്പെടുവാനായിട്ട് തൽക്കാലത്തേക്ക് രക്ഷപ്പെടുന്നത് മാത്രമല്ല, അത് വീണ്ടും അവിടെ നിന്ന് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അതിനനുവദിച്ച് വിടാതെ ഹല്ലേലൂയ അതിനൊന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു. ഹല്ലേലൂയ അതാവുന്ന കർത്താവിന്റെ ആ ദൂതകൾ നമ്മളിലേക്ക് വരുമ്പോൾ അതൊരു ഇരുവായുത്തരമുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയ വാളായിട്ട് തന്നെ നമുക്ക് തോന്നുന്ന അവസ്ഥ, നമ്മളെ വേദനിപ്പിക്കാനാവുന്നു, നമ്മളെ ബുദ്ധിമുട്ടിക്കാനാവുന്നു. അത് വന്ന് എൻ്റെ ഉള്ള സമാധാനത്തോടെ പോയി എന്നൊക്കെ നമ്മൾ പറയുന്ന അവസ്ഥകൾ നമ്മളാകെ അസ്വസ്ഥ
സ്വസ്ഥമാക്കുന്ന, അതായത് ആ മറഞ്ഞിരിക്കുന്ന തലകൾ പുറത്തേക്ക് എടുത്തിയാടി വരും. അതിനെ ലോകം തരുന്ന പോലെ അതിനെ ആശ്വസിപ്പിച്ച് അവിടെ വെക്കുവാനല്ല, സാരമില്ല ഇങ്ങനെയൊക്കെയാന്ന് പറഞ്ഞാൽ ഇരിക്കാനല്ല, ആ പുറപ്പെട്ട് വന്ന അസമാധാനത്തെ അതിന്റെ പുറകിൽ അത് ഉത്പാദിപ്പിക്കുന്ന, അതിനെ ജനറേറ്റ് ചെയ്യുന്ന ആ ഇരുളിനെ പുറത്താക്കുവാനായിട്ടുള്ള അവസരമാണ് ഉപയോഗിച്ച് അത് നമ്മളോട് പറ്റിച്ചേർന്നിരിക്കുന്ന നമ്മളോട് ഒട്ടിച്ചേർന്നിരിക്കുന്ന ആ ഒരു ഇരുളാണെങ്കിൽ അതിനെ ഒന്ന് ആ സന്ധി മഞ്ചത്തിനെയും വേർമുടിവിക്കും വരെ അത് ആഴത്തിലേക്ക് കടന്ന് ചെന്ന് നമ്മളതൊന്ന് അനുസരിച്ചേക്കാന്ന് വെക്കുമ്പോൾ വീണ്ടും നമുക്ക് ഇഷ്ടക്കേട് കൂടി വരുന്നു. ഹരണിയ വീണ്ടും നമുക്ക് വേദന കയറി വരുന്നു, എന്നെ വീണ്ടും കുത്താനാവുന്നു, അല്ലെങ്കിൽ എന്നെ വീണ്ടും വിഷമിപ്പിക്കാനാവുന്നു, എന്ത് ദൂതുകളൊക്കെ തന്നേന്നൊക്കെ നമുക്ക് തോന്നുന്നുണ്ടാകുന്നു. അത് ആഴത്തിലേക്ക് കടന്നു ചെന്ന് ഹരണിയ ദുഷ്ടയും നമ്മളെയും തമ്മിൽ ഒന്ന് വേർതിരിച്ചുകൊണ്ട് വേർതിരിച്ചുകൊണ്ട് ഒരു സർജിക്കൽ നൈഫ് പോലെ കടന്നു ചെന്ന് ഹരണിയ അതിന്റെ ഓപ്പറേഷൻസ് നടത്തുന്ന കൊണ്ട് തന്നെയാവുന്നു ഹരണിയ ഒരു ഫീൽ. പക്ഷെ അത് ഒരിക്കലും അതിൽ നിന്ന് പുറത്തേക്ക് മാറ്റിക്കളഞ്ഞാലോ പിന്നീട് അതുപോലെ നമ്മൾ ബാധിക്കപ്പെടാത്തതാണ്. അതാവുന്ന കർത്താവ് ലോകം തരുന്ന പോലെ അല്ല ഞാൻ സമാധാനം, ലോകം തരുന്ന പോലെ അല്ല ഞാൻ രോഗശാന്തി തരുന്നത്, ലോകം തരുന്ന പോലെ അല്ല ഞാൻ ഹരണിയ സമൃദ്ധി തരുന്നത്, ലോകം തരുന്ന പോലെ അങ്ങനെ ഓരോ കാര്യം ലോകം തരുന്ന പോലെ അല്ല ഞാൻ തരുന്നത്. ഹരണിയ കാരണം അതിനെതിരെ നിൽക്കുന്ന അത് തൽക്കാലത്തേക്ക് ഉള്ള ആ കാര്യത്തെ മാറ്റിക്കളഞ്ഞിട്ട് ഹരണിയ നിലനിൽക്കുന്ന കാര്യങ്ങളെയാണ് കർത്താവ്. അത് ഒരു പോയിന്റായിട്ട് നിന്ന് പോവല്ല, വീണ്ടും അതിന്റെ അടുത്ത തലങ്ങളിലേക്ക് അതിനെ കടത്തുന്ന ഇതിനെതിരെ പ്രവർത്തിക്കുന്ന ഇരുളുകളെ മാറ്റി മുന്നോട്ട് പോകുവാനാകുന്നു കർത്താവ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാവുന്ന കർത്താവ് നമ്മളോട് പറഞ്ഞ എന്തെങ്കിലും തൽക്കാലത്തേക്ക് കിട്ടിയതുകൊണ്ട് അവിടെ സ്വസ്ഥരായിട്ടിരിക്കുവാനല്ല, വീണ്ടും കർത്താവിലേക്ക് അടുത്ത് വരും. അപ്പൊ ഇത് കിട്ടിയതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നുള്ള ചില കാര്യങ്ങളൊക്കെ കടന്നു വരുമ്പോൾ എന്താകുന്നു, ആ നഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന അതിനെതിരെ പ്രവർത്തിക്കുന്ന നമ്മൾ തന്നെ നൽകുന്ന വീണ്ടും അടുത്ത തലങ്ങളിലേക്കാവുന്നു കർത്താവിന്റെ വെളിച്ചം കടന്നു ചെല്ലുന്നു. കഴിഞ്ഞ ദിവസം മിഷനിലൊക്കെ പറഞ്ഞ പോലെ കർത്താവിന്റെ കൈ ആ സർപ്പത്തെ എത്തിപ്പിടിച്ച് അതിന്റെ വാലിൽ എത്തിപ്പിടിക്കുന്നു, അതിന് തീയിലേക്ക് എടുക്കുമ്പോൾ അത് വല്ലാത്ത വലുതാകുന്നു എന്ന് പറഞ്ഞു. കർത്താവിന്റെ വെളിച്ചത്തിലേക്ക് ആ തീയിലേക്ക് കൊണ്ടുവരുമ്പോഴോ നമ്മളിൽ ഉള്ള ആ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അത് വലുതായി വരുന്നൊരവസ്ഥ. കൂടുതൽ ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന അവസ്ഥ, കൂടുതൽ സങ്കടം തോന്നുന്നു, കൂടുതൽ നിരാശ വരുന്നു, കൂടുതൽ മടുത്തു പോകുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാകുന്ന എന്താകുന്നു. അതുവരെ അത് മറഞ്ഞിരുന്ന് രക്ഷപ്പെട്ടു പോകുമായിരുന്നെങ്കിൽ അത് തീയിലേക്ക് അതിന്റെ വെളിച്ചത്തിലേക്ക് ഒന്ന് കൊണ്ടുവരുമ്പോഴാണ്. വെളിച്ചത്തിലേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മളോട് ചില കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നത് കാര്യത്തിലേക്കോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് അടുത്ത് വരുമ്പോഴാകുന്നു അതിന്റെ അസ്വസ്ഥത വർദ്ധിച്ചു വരുന്നത്. അപ്പൊ അവിടെയൊക്കെയും എന്താകുന്നു, അത് വലുതായിട്ട് അതിന്റെ പൂർണ്ണ രൂപത്തിലേക്ക് ഒന്ന് വെളിപ്പെട്ട് വരാൻ തുടങ്ങുകയും അതിന് അതിന്റെ രാജ്യം നഷ്ടപ്പെട്ടു പോകുന്നത് കണ്ട് അത് പൂർണ്ണ ശക്തിയോടുകൂടി ഒന്ന് എഴുന്നേൽക്കാൻ തുടങ്ങുകയും ചെയ്യുന്നത്. അതാവുന്ന നമുക്ക് കൂടുതൽ നിരാശ വരുന്നത്, കൂടുതൽ മടക്ക് വരുന്നത്, നമ്മുടെ രോഗം മാറാനായിട്ട് എന്റെ ഒരു ജോലി ചെയ്യാനായിരിക്കും കർത്താവ് നമ്മളോട് പറയുന്നത്. പക്ഷെ നമ്മളത് ചെയ്തു തുടങ്ങുമ്പോഴും നമ്മൾ വല്ലാത്ത അസ്വസ്ഥപ്പെട്ട് പോകുന്ന അവസ്ഥ, നമ്മൾ വല്ലാതെ മടുത്തു പോകുന്ന അവസ്ഥ. അപ്പൊ ഇതൊക്കെ എന്താണ് തീയിലേക്ക് അടുത്ത് വരുമ്പോൾ അത് ആ ദുരാത്മാവ് അതിന്റെ പൂർണ്ണ ബലത്തോടു കൂടി ഒന്ന് പുറപ്പെട്ടു വരുവാണ്. അപ്പൊ ഇവിടെയൊക്കെയും നമുക്ക് ഈ പറയാൻ എളുപ്പമാണെങ്കിലും ഇപ്പൊ ഓരോ പോയിന്റും കർത്താവിലേക്ക് അടുത്ത് നിന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഡൈവേർട്ടായി പോകും. പെട്ടെന്ന് ആ ഒരു അതിന്റെ പ്രഭാവത്തിൽ നമ്മൾ പെട്ടെന്ന് കർത്താവിനെതിരെ ചെയ്യുന്ന ഒരവസ്ഥ. അതുകൊണ്ടാവുന്നു ഓരോരുത്തരും അവരവരിൽ തന്നെ എംപവേർഡായി, അല്ലെങ്കിൽ എപ്പോഴും പിതാവായ ദൈവത്തോട് കണക്ടിവിറ്റി സ്ഥാപിച്ച് തന്നെ നിന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വിശ്വാസം ഉറച്ചു നിൽക്കണം, പാറ പോലെ നിൽക്കണം, അങ്ങനെ നിൽക്കണം, ഇങ്ങനെ നിൽക്കണം എന്നൊക്കെ പറയും. പക്ഷെ അവരവരതിൽ കൂടി ഒന്ന് കടന്നു പോകുമ്പോൾ ഇതൊക്കെ ഒന്ന് നിൽക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളാവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓരോരുത്തർക്കും അവരവരുടേതായ യുദ്ധങ്ങളുണ്ട്. വിശ്വാസം മുഴുവൻ പാടിപ്പോകുന്ന രീതിയിൽ പല കാര്യങ്ങളും കടന്നു വരുമ്പോഴും ആ വിശ്വാസം കൊണ്ടുവന്ന ദുഷ്ടൻ നമ്മൾ തന്നെയാവുന്ന എഴുന്നേൽക്കുന്നത്. ശിഷ്യന്മാരൊന്നും ഒട്ടും മോശക്കാരായിട്ടല്ല ആ അനേകരും ഒഴുകിപ്പോയപ്പോഴും നിങ്ങൾക്കും പോകാമായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോഴും ഞങ്ങൾ നിന്നെ വിട്ടിട്ട് എവിടെ പോകുന്നു എന്ന് ചോദിച്ച് അവരോട് കൂടി നിന്നവർ തന്നെയാവുന്നു. വീണ്ടും അടുത്ത സ്റ്റേജിലേക്ക് ചെന്നപ്പോൾ അവർ ഓടിപ്പോയി എന്താണെന്ന് ഓടിപ്പോകുന്ന നമ്മൾ തന്നെ നിൽക്കുന്ന അന്യ നിമിഷം നമ്മൾ ആയിരിക്കുന്ന സ്റ്റാൻഡേർഡിലേക്ക് കയറി നിൽക്കാൻ പറ്റാതാക്കുന്ന കാര്യങ്ങളെ മാറ്റിക്കളഞ്ഞു തന്നെ നമ്മൾ മുമ്പോട്ട് കടന്നു പോകുമ്പോഴാണ് വിശ്വാസം വർദ്ധിച്ചു വരുന്നത്. അത് ജീവനുള്ള വിശ്വാസമായിട്ടുണ്ട്.
അല്ലെങ്കിൽ അത് സ്റ്റില്ലായിട്ട് ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ ആയിപ്പോവാണ് ചെയ്യുന്നത്. അപ്പൊ അതിനെതിരെ നിൽക്കുന്ന അല്ലെങ്കിൽ അതാണ് തോട്ടത്തിൽ വേല ചെയ്താലും വർദ്ധിപ്പിക്കുക, പിന്നെ കാന്തിനെ സൂക്ഷിക്കാനും അതിനെ വർദ്ധിപ്പിക്കുക. അപ്പൊ ഇത് ഏത് തന്നെയായാലും അതിനാണ് ലിവിങ് വേർഡ്സ്, അതിന് ജീവനുള്ളത് അത് വളർച്ച പ്രാപിക്കുന്നു. ഹല്ലേലൂയ. തന്നെത്താൻ സൂക്ഷിക്കുകയും വളരുകയും ചെയ്യുന്ന ഒരു അവസ്ഥ. ഹല്ലേലൂയ. അപ്പൊ നമ്മളിലേക്ക് പകരുന്ന ഏതൊരു നന്മയുടെ തല, അല്ലെങ്കിൽ ദൈവാത്മാവിന്റെ ഓരോ അംശം നമുക്ക് കിട്ടുന്ന ഏത് നന്മയ്ക്കും പിന്നെ ദൈവാത്മാവാകും. സോ അതിനെ വർദ്ധിപ്പിക്കണമെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും യുദ്ധങ്ങളുണ്ട്. അതിനെതിരെയുള്ള അനവധി കാര്യങ്ങൾ പുറപ്പെട്ടു വരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ യുദ്ധങ്ങളിലൂടെ തന്നെ നമുക്ക് കടന്നു പോകാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ അത് ഫേസ് ചെയ്യുന്ന കണ്ടീഷനിൽ ഹല്ലേലൂയ തീർത്തും ബുദ്ധിമുട്ടുള്ള അവസ്ഥ തന്നെയാണ്. പക്ഷേ ഹല്ലേലൂയ അവൻ എപ്പോഴും കർത്താവിലേക്ക് തന്നെ കൊടുത്തു. യേശു ഹല്ലേലൂയ ക്രൂശീകരണത്തിലേക്ക് അടുത്ത് വന്നപ്പോൾ ഹല്ലേലൂയ കഴിയുമെങ്കിൽ ഈ പാനപാത്രം, കാരണം അത്രത്തോളം ബുദ്ധിമുട്ടുള്ള അവസ്ഥകളിലേക്കാവുന്നു കടന്നു വന്നത്. ഹല്ലേലൂയ അവിടെയും വെച്ച് കാല് തെറ്റിപ്പോകാമായിരുന്നു, പക്ഷേ പെട്ടെന്ന് പിതാവിനെ കണക്ട് ചെയ്യുക. ഹല്ലേലൂയ. അല്ലെങ്കിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ 2 സെന്റൻസേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ 2 സെന്റൻസുകൾക്കിടയ്ക്ക് ഒരുപാട് ഹല്ലേലൂയ യുദ്ധങ്ങൾ നടന്നു തന്നെയാവുന്നു പോകുന്നത്. കർത്താവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റിത്തരണമേ എന്ന് പറഞ്ഞു. പക്ഷേ അടുത്ത മൊമെന്റിൽ ഹല്ലേലൂയ ഹല്ലേലൂയ എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞതൊക്കെ ശരി, പക്ഷേ ആ ഇഷ്ടത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു വരണമെന്നുണ്ടെങ്കിൽ അനേക യുദ്ധങ്ങളാകുന്നുണ്ട്. ഹല്ലേലൂയ. അതാവുന്നു ആ രക്തം വീർന്നു ഒരു കല്ലേർ ദൂരോടി മുന്നോട്ട് കടന്നു ചെന്ന് മുട്ടുകുത്തി ഇമ്പോസിബിൾ ആവുന്നു. പക്ഷേ ഹല്ലേലൂയ ശിഷ്യന്മാരെല്ലാം ഉറങ്ങിപ്പോയ അവസ്ഥകൾ, കാരണം അവരുടെ കണ്ണ് നിദ്രാഭാരത്താൽ തൂങ്ങിയിരുന്നു എന്ന് പറഞ്ഞാൽ കേവലം ഒരു ഉറക്കത്തിന്റെ കാര്യമല്ല. ഹല്ലേലൂയ അനേക ഇടകളാവുന്നു എന്നിട്ട് എഴുന്നേറ്റ് വന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. കാരണം ആ ഇനി നേരിടാൻ പോകുന്ന ആ ശക്തിയുടെ അണികളാവുന്നു ഓരോരുത്തരിൽ നിന്നും പുറപ്പെട്ടു വന്ന്. അപ്പോൾ ഹല്ലേലൂയ ആ തലമാവുന്നു അവിടെ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട് വന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ തൂങ്ങിപ്പോയ അവസ്ഥകൾ, വാടിപ്പോയ അവസ്ഥകളൊക്കെ ആണെങ്കിൽ ഹല്ലേലൂയ യേശു എന്തായത് ഒരു കല്ലേർ, അതായത് ഹല്ലേലൂയ സാധിക്കുന്ന അതിന്റെ മാക്സിമം ഒന്ന് കടത്തി, സാധിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല, സിറമ്പത്തിൽ നമ്മളോട് എപ്പോഴും പറയുന്ന പോലെ സാധിക്കുന്നതിനപ്പുറത്തേക്ക് ഒന്ന് ശ്രമിച്ച് കയറിയ ഒരവസ്ഥ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ ഹല്ലേലൂയ അതിനെയാവുന്നു ആ കുഞ്ഞാട് എന്ന് പറയുന്ന അവസ്ഥ. ഹല്ലേലൂയ തന്നിലുള്ള ആ മൃഗാവസ്ഥകൾ വെച്ച് പെട്ടെന്ന് ഹല്ലേലൂയ അവിടെ ആ ശിഷ്യന്മാരോട് കൂടി ഉറങ്ങിപ്പോകാമായിരുന്നു, അല്ലെങ്കിൽ ആ ഭാരം അവനെയും ബാധിക്കാമായിരുന്നു. പക്ഷേ ഹല്ലേലൂയ ഒരു കല്ലേർ ദൂരം, കാരണം ഹല്ലേലൂയ ദൈവത്തിനെ ആശ്രയിച്ച് പിതാവായ ദൈവത്തിനെ ആശ്രയിച്ച് മുന്നോട്ട് അങ്ങ് എടുക്കുന്നത്. അപ്പൊ ആ തന്നിലുള്ള മൃഗത്തെ ഒന്ന് പുതുക്കി കൊണ്ടുവന്ന് ഹല്ലേലൂയ ആ മൃഗീയ വാസനകളെ, ആ ജഡത്തിന്റെ സ്വഭാവത്തെ, ആ ഉറങ്ങിപ്പോകുന്ന മയങ്ങിപ്പോകുന്ന അവസ്ഥയെ ഒന്ന് തള്ളി മാറ്റിക്കൊണ്ട് ഹല്ലേലൂയ ഒന്ന് മുന്നോട്ട് കടന്നപ്പോൾ ആ മൃഗം ഒന്ന് റെഡ്യൂസ്ഡ് ആയി വന്നു. ഹല്ലേലൂയ അതൊരു ആടായും കുഞ്ഞാടായിട്ടും ഒന്ന് മാറി വന്നൊരു കാര്യമാണ്. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞിരിക്കുന്നു അവൻ കുഞ്ഞാടിനോട് പോരാടും എന്ന് പറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ നമ്മൾ എഴുന്നേൽക്കുന്ന ആ തലങ്ങളൊക്കെയും ഹല്ലേലൂയ ദുഷ്ടനായ തലങ്ങളൊക്കെയും എന്താവുന്നു ഇതനുസരിച്ചേക്കാം അല്ലെങ്കിൽ മുമ്പോട്ട് പോയേക്കാം എന്ന് ചിന്തിച്ചു നിൽക്കുന്ന നമ്മളുള്ള വെളിച്ചത്തിന്റെ തലത്തോട് പോരാടുക തന്നെ ചെയ്യും. ഹല്ലേലൂയ അതിനെയും മടക്കി കൊണ്ടുവരാനായിട്ട് അത് ശ്രമിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ അവൻ കുഞ്ഞാടിനോട് പോരാടും. താൻ കർത്താതി കർത്താവും രാജാതി രാജാവും. താൻ അന്ന് കർത്താതി കർത്താവോ രാജാതി രാജാവോ ആയിട്ടില്ല, പക്ഷെ അതിലേക്കാവുന്നു തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നതെന്ന് ഹല്ലേലൂയ നമ്മളുള്ള പുത്രത്വത്തിന്റെ ആത്മാവ് പിന്നെ ബോധപ്പെടുന്ന എങ്ങനെയാണ് പിതാവായ ദൈവത്തിലേക്ക് ചമയ്ക്കുന്നത്. ഞാൻ സിയോനിൽ രാജാവായി വാഴ്ചയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഹല്ലേലൂയ വാഴ്ചയ്ക്കുന്ന ആ ഒരു അഭിഷേകം ഹല്ലേലൂയ സകല വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കർത്തൃത്വങ്ങൾക്ക് സേവകൾക്കും മേൽ വാഴുവാനുള്ള അധികാരം അന്നും പിതാവിൽ അതിലേക്ക് തന്നിരിക്കുന്ന എന്നുള്ള ആ തിരിച്ചറിവ് ആവുന്നു. ഈ ശിഷ്യന്മാരോടൊപ്പം അവിടെ ഉറങ്ങിപ്പോകുന്ന അവസ്ഥയിലായി പോകുമായിരുന്നു, പക്ഷെ അവിടെ ഒരു കല്യാണത്തോട്ട് കടന്നു. പക്ഷെ അവിടെയും ഹല്ലേലൂയ ആ ദുഷ്ടൻ വീണ്ടും അത് പിന്തിരിപ്പിക്കുവാനായിട്ട് അവൻ വീണ്ടും തിരിച്ചു വന്നു. അവർ ഉറങ്ങുന്നവരായിട്ട് കണ്ടു. പക്ഷേ ഹല്ലേലൂയ നിങ്ങൾ ഉറങ്ങുവാണോ എന്ന് ചോദിച്ചു. ഹല്ലേലൂയ അവർക്കൊന്നും മറുപടി പറയാനില്ലായിരുന്നു. വീണ്ടും അവരെ കുറ്റപ്പെടുത്തി അവിടെ നിൽക്കുകയല്ല ചെയ്തത്, ഒരു കല്യാണം മുന്നോട്ട് പോകാൻ ചെയ്തു. ഹല്ലേലൂയ ആ ഒരു തലം ഓരോരുത്തരും ഒന്ന് എഴുന്നേറ്റ് വരുവാനുള്ളതാവുന്നു, അല്ലാതെ ഒരു വൺ സൈഡായിട്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ ഒരിക്കലായിട്ട് ക്രിസ്തു അത് ചെയ്തെന്ന് പറഞ്ഞ് നമ്മളതിനെ പറയാൻ നടക്കാതെ ഞാൻ ഈ ചെയ്ത് തന്നെ നിങ്ങൾ ഇപ്പം നമുക്ക് അത്രയും ക്രൂശീകരണത്തിന്റെ കാര്യമൊന്നുമല്ല, നമ്മൾ ആയിരിക്കുന്ന തലങ്ങൾ ആദ്യം ഈ ആലയത്തിൽ ഇരുന്ന് ഉറങ്ങണ തലത്തിൽ നിന്ന് ഒന്ന് എഴുന്നേറ്റ് ഒരു കല്ലേറെ ദൂരം കൂടി ഒന്ന് മുന്നോട്ട് കടന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് ഈ നിദ്രാഭാരം വരുന്നത്? ഹല്ലേലൂയ നമുക്ക്
ഇവിടെ വരെ പോകുന്നുണ്ട്. അവരിങ്ങോട്ട് എറിഞ്ഞാലാ പ്രശ്നം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഹല്ലേലൂയ, ഈ ഒരു കാര്യം ഹല്ലേലൂയ നമുക്ക് നിസ്സാരമെന്ന് തോന്നുന്ന കാര്യം, അതേ സമയത്ത് ഇതേ കാര്യത്തിൽ ഇവിടെ ഒരു നാടകം കളിച്ച ആരും അറിഞ്ഞില്ല, ഇല്ലേ? ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് രണ്ട് തലങ്ങൾ തന്നെയായിട്ടോ? ഹല്ലേലൂയ. അപ്പൊ ഇത് ബുദ്ധിമുട്ടുള്ള ഒരു തലമാണ്. ലോകത്തിന്റെ ആ അവസ്ഥയിൽ നിന്ന് ഓപ്പോസിറ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ അതിനോടൊപ്പം യാത്ര ഹല്ലേലൂയ ലോകത്തിന് ഓപ്പോസിറ്റ് ആയിട്ട് അല്ലെങ്കിൽ ദൈവത്തിന് അനുരൂപമായിട്ട് അല്ലെങ്കിൽ അനുകൂലമായിട്ട് ആ ഡയറക്ഷനൊന്ന് മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോഴോ അതിനോട് യോജിക്കാത്ത നമ്മളിൽ തന്നെ മറഞ്ഞിരിക്കുന്ന ബഹുഭൂരിപക്ഷമായ കാര്യങ്ങളാകുമ്പോൾ എഴുന്നേറ്റ് വരും. അതായത് നമ്മളെ ഓരോ രീതിയിലും തടയുന്ന, മുമ്പോട്ട് പോകാൻ മടിയുണ്ടാക്കുന്നു, അതിന് മയക്കമുണ്ടാക്കുന്നു, അതിന് ക്ഷീണം ഉണ്ടാക്കുന്നു, പ്രയാസം ഉണ്ടാക്കുന്നു. ഇതിങ്ങനെ ശരീരത്തിൽ തന്നെ ആ വെളിപ്പെട്ട് വരുന്ന കാര്യങ്ങൾ തൊട്ട് അകത്ത് മനസ്സിൽ കിടക്കുന്ന അനവധിയായ കാര്യങ്ങൾ ഇങ്ങനെയെല്ലാം നമ്മൾ മുമ്പോട്ട് പിടിക്കുകയാണ് ചെയ്യുന്നത്. അതേ സമയത്ത് രോഗാനുരൂപമായ ഒരു കാര്യമാണല്ലോ നമ്മൾ വളരെ എനർജറ്റിക്കായി അതിന് അലർട്ടാവുന്നു. നമ്മൾ വളരെ ഈസി ആയിട്ട് അതുമായിട്ട് ഇടപെടുകയും പോവുകയും ചെയ്യുന്ന ഒരവസ്ഥ. ഇത് നമ്മൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും അനുഭവപ്പെടുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ നമുക്ക് ഇതിൽ നാമൊന്നും അതിനെ വിട്ടുമാറണം. കാരണം ആ ഓരോ സിയാമത്തിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ് ടൂറിന് പോയപ്പോഴെല്ലാം ശക്തി കയറി എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾക്ക് എങ്ങോട്ട് പോകുന്നില്ലല്ലോ നമ്മൾ നമ്മളെ ഈ ഹൃദയം കൊണ്ട് എന്തിനേക്കാണ് ടൂറിന് പോകണം, അല്ലെ? ഹല്ലേലൂയ. അപ്പം ഓരോ കാര്യങ്ങൾ വരുന്നതിലും അതിനകത്ത് പെട്ട് അതിനകത്ത് കറങ്ങി പോകുമ്പോൾ എല്ലാം ഹല്ലേലൂയ ആ ഇരുളുകൾ വീണ്ടും വർദ്ധിച്ചു. യഥാർത്ഥത്തിൽ ആ തലങ്ങൾ നമ്മൾ അങ്ങോട്ട് വരുമ്പോഴോ ഹല്ലേലൂയ അതുമായിട്ട് നമ്മൾ കിടക്കുന്ന കണക്ഷനെ വിട്ടുമാറുവാനായിട്ട് സഹജമായിട്ടും അതിനെ മാറ്റിയെടുക്കാൻ പറ്റും. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിലും ലോകം ചുരുങ്ങി വരികയും ഹല്ലേലൂയ ആത്മീയ മണ്ഡലം വർദ്ധിച്ചു വരികയും ഹല്ലേലൂയ അങ്ങനെ ഉണ്ടായി വരികയാണെങ്കിലോ നമ്മളിലേക്ക് വരുന്ന അടുത്തടുത്ത കാര്യങ്ങൾ നമ്മളെ അത്രത്തോളം വിഷമിപ്പിക്കുകയാണ്. ഇത് നമുക്ക് അനേകം അവസരം കിട്ടിയപ്പോൾ ഇതൊന്നും ചെയ്യാതെ ഇന്ന് രാവിലെ പപ്പ പറഞ്ഞ പോലെ ഹല്ലേലൂയ നമ്മളൊരു ഒത്തുവരുത്ത ക്രിസ്ത്യാനിയായിട്ടൊക്കെ അങ്ങനെ പൊക്കോണ്ടിരുന്നു വന്നു പോകുന്നു എന്നൊക്കെ ഉള്ള ഒരു അവസ്ഥയിൽ പൊക്കോണ്ടിരുന്നപ്പോൾ എന്തുപറ്റി? അനേകം അവസരങ്ങൾ കിട്ടിയപ്പോൾ നമ്മൾ ആ പ്രശ്നം മാറ്റുവാൻ തയ്യാറാകാതെ അതിനോടൊപ്പം സഞ്ചരിച്ചുകൊണ്ട് എന്തുപറ്റി? അടുത്തൊരു കാര്യം വന്നപ്പോൾ നമുക്ക് വല്ലാത്ത അസ്വസ്ഥതയും മത്സരങ്ങൾ ഹല്ലേലൂയ ഇതെല്ലാം ഇട്ടറിഞ്ഞ് പോകാനുള്ള അവസരങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് തോന്നുന്ന കാര്യങ്ങളിലേക്ക് ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിനെ ഹല്ലേലൂയ കർത്താവ് എന്താ പറഞ്ഞ ഹല്ലേലൂയ അതിനെയും ഹല്ലേലൂയ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. കർത്താവിലേക്ക് അടുത്ത് വരുവാണെങ്കിലോ ഹല്ലേലൂയ അതിനെയും മാറ്റിക്കളഞ്ഞു. ഹല്ലേലൂയ നമ്മളെ വീണ്ടും അവരുടെ പ്ലാറ്റ്ഫോം ഇട്ട് അതാണ് കർത്താവ് സമർപ്പണ ശുശ്രൂഷയൊക്കെ നടത്തിയപ്പോൾ അനേകം പ്ലാറ്റ്ഫോംസ് ഇട്ട് നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത തലങ്ങളിലേക്ക് കർത്താവ് വീണ്ടും ഒരു പ്ലാറ്റ്ഫോം ഇട്ട് തന്ന് നമ്മളെ അവിടെ നിർത്തി വീണ്ടും അവിടെ നിന്ന് യാത്ര തുടങ്ങുന്നൊരവസ്ഥ. അതും നമ്മളെ കൊണ്ട് നഷ്ടപ്പെടുത്തി കളഞ്ഞുവെങ്കിൽ ഇന്ന് നമുക്ക് മാനസാന്തരത്തോടെ കർത്താവിലേക്ക് അടുത്ത് വരുവാണെങ്കിലോ ഹല്ലേലൂയ ആ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ വീണ്ടും നിർത്തി ഹല്ലേലൂയ ഹല്ലേലൂയ നമുക്ക് യാത്ര മുന്നോട്ട് എടുക്കാൻ പറ്റുമോ? ആ പ്ലാറ്റ്ഫോമിലല്ല ഇന്ന് കൃഷ്ണനായിരിക്കുന്ന തലത്തിന് മുകളിലേക്ക് നമ്മളെ ഒന്ന് കയറ്റി ഹല്ലേലൂയ. അതാവുന്നു ഹല്ലേലൂയ അവസാന നിമിഷം ജീവൻ പോകുന്നതിന് മുമ്പായാലും ഹല്ലേലൂയ ആ വലത്തുവശത്ത് തറയ്ക്കപ്പെട്ട കള്ളൻ ഹല്ലേലൂയ ഇന്ന് ഹല്ലേലൂയ ഞങ്ങളെയും നിന്നോടുകൂടി പർദീസിലേക്ക് എടുക്കണമേ എന്ന് ഹല്ലേലൂയ ഞങ്ങളെ ഓർക്കണമേ എന്ന് പറഞ്ഞപ്പോൾ എന്ത് പറ്റി? ഹല്ലേലൂയ അവരുടെ അനേകമായ ആ ഇരുളുകളെ അവിടെ മുദ്രയിട്ട് വെച്ച് ഹല്ലേലൂയ പുതിയ പ്ലാറ്റ്ഫോമിലേക്ക് ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ കിട്ടുന്ന അവസരം ഉപയോഗിച്ചത് ഹല്ലേലൂയ. ഇതെങ്ങനെ ഇനി ഞാനിത് കടക്കും കയറും എന്നൊന്നും നമ്മൾ വിചാരിക്കേണ്ട. ദൈവത്തിന് അസാധ്യമായിട്ട് ഞാനൊന്നുമില്ല. എനിക്ക് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ എന്ന് കർത്താവ് ചോദിച്ചെങ്കിൽ അതെങ്ങനെ സോൾവ് ചെയ്യണം, സെറ്റ് ചെയ്യണമെന്ന് കർത്താവിന് അറിയാത്ത ആ വഴിയിലേക്ക് ഒന്ന് കീഴടങ്ങി ഹല്ലേലൂയ അതിലേക്കൊന്ന് കയറി നിൽക്കുമ്പോഴോ ഹല്ലേലൂയ പെട്ടെന്നാവുന്നു അതിനപ്പുറത്തേക്ക് കടന്നു ഹല്ലേലൂയ. പക്ഷേ ഇതിനോടൊക്കെ ഇതങ്ങനെ ചെയ്താൽ മതി. ഇന്ന് നിങ്ങൾ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കൈകൊപ്പുവാണെങ്കിൽ ഇന്നത്തെ പറഞ്ഞ സ്വീകരണത്തിൽ നമ്മളോട് അനേകം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് നമ്മളുടെ ഏറ്റവും കൂടുതൽ മത്സരം എഴുന്നേറ്റോ ഇല്ലേ? ഹല്ലേലൂയ. എന്തായാലും നമുക്ക് 100 ന്യായം ഞാൻ നന്നായിട്ട് കൈകൊക്കാം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം. ഇതെല്ലാം എന്താവുന്നു? നമ്മൾ എഴുന്നേറ്റ് വരുന്ന മൃഗങ്ങൾ ആ 10 രാജാക്കന്മാർ തന്നെയാവുന്നു. ഹല്ലേലൂയ. ഒരു ഉദ്ദേശമുള്ളൂ. ഹല്ലേലൂയ ഹല്ലേലൂയ തങ്ങളുടെ അധികാരവും ശക്തിയും എല്ലാം ആ മൃഗത്തിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. നമുക്ക് അനേകം അവസരങ്ങളിൽ നമ്മളെ ചതിച്ച മൃഗത്തിന് കീഴടങ്ങി പോകുവാനല്ല കർത്താവിലേക്ക് അവർ ഞാനിനോട് പോരാടുന്നു. പക്ഷേ ഞാൻ കർത്താവ് രാജാവുമായതുകൊണ്ട് ആ കർത്താവ്
നമുക്കിപ്പോൾ ഉറങ്ങിപ്പോകുന്നു, മയങ്ങിപ്പോകുന്നു എന്നുള്ളൊക്കെ അവസ്ഥയായിരിക്കും. ഇപ്പം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയായിരിക്കും. പക്ഷേ അല്ല, നമ്മളുടെ ഒരു കർത്താവും രാജാവും ഉണ്ട് എന്ന് മനസ്സിലാക്കി ആ ദൈവം എഴുന്നേൽക്കുന്നു, അവന്റെ ശത്രുക്കൾ ചിതറി പോകുന്നു എന്ന് സങ്കീർത്തനത്തിൽ 68 പ്രാർത്ഥിക്കുക. ആ സ്വഭാവമുള്ള അതേ ആത്മാവ് നമ്മളിലേക്ക് പറഞ്ഞു. അത് വെച്ച് നമ്മൾ ഒരു പടിയൊന്നും അങ്ങോട്ട് കിടക്കാൻ നോക്കുകയാണെങ്കിലോ ഈ ശത്രുക്കളൊക്കെ നമ്മളെ മയക്കിക്കളയുന്ന അവസ്ഥയ്ക്കൊക്കെയും മാറ്റുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ അങ്ങോട്ട് പോകാൻ പറ്റും. അതൊന്ന് വീണ്ടും ഒന്ന് ട്രൈ ചെയ്ത് കഴിയുമ്പോഴോ അവർക്ക് മയക്കൊക്കെ മാറിപ്പോകും. അങ്ങനെ തന്നെ നമ്മൾ ആ ഇരുളുകളെ പുറത്താക്കി എടുത്തെങ്കിലേ ഈ ഇവിടെ കൊണ്ട് ഓരോ അവസരത്തിൽ വെളിച്ചം ഉണ്ടാവുകയും കർത്താവ് രാജാവ് കുഞ്ഞാടാന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമാണ് നമ്മൾ ഈ ഒരു തലം. കാരണം ആ ഉറക്കം വരുന്നതിനും മയക്കം വരുന്നതിനും ഒപ്പം യാത്ര ചെയ്യാനാണ് നമ്മളുള്ള മൃഗം അല്ലെങ്കിൽ ആ ഒരു സ്വഭാവം നമ്മളെ നയിക്കുന്നത്. പക്ഷേ നമ്മളുടെ ആ ഒരു ദൈവത്തിന്റെ സ്വഭാവം നമ്മളുള്ള അതിൽ തന്നെയുള്ള മൃഗീയ സ്വഭാവത്തെ ഒന്ന് പറഞ്ഞു കളഞ്ഞ് ആ കാട്ടുമൃഗമായിരുന്ന അവസ്ഥയിൽ നിന്ന് ഒന്ന് മാറ്റം വന്ന ഒരു ആട് പോലെയും അല്ലെങ്കിൽ ഒരു കുഞ്ഞാടായിട്ടും ഒക്കെ ഒന്ന് മാറി അത് വഴങ്ങുന്ന ദൈവത്തിനൊന്ന് വഴങ്ങുന്ന എന്നാലും അത് മൃഗം തന്നെയാവും. വഴങ്ങുന്ന അവസ്ഥയിലേക്ക് ഒന്ന് വരുമ്പോഴേ നമുക്ക് ആയിരുന്ന അവസ്ഥയിൽ മുന്നോട്ട് കിടക്കാം. അല്ലാതെ യേശു ഒരിക്കലായിട്ട് കുഞ്ഞാടായിട്ട് വന്നു എന്നൊക്കെ ശരി, അതുകൊണ്ട് നമുക്ക് രക്ഷ കിട്ടി, ഇത് നമ്മൾ താഴെ പോകുമ്പോഴും അവനെ വിളിച്ചപേക്ഷിച്ച് നമുക്ക് വീണ്ടും ജീവൻ കിട്ടുന്നതൊക്കെയും ആ യേശു അങ്ങനെ കടന്നു പോയത് കൊണ്ട് അല്ലെങ്കിൽ അതിന്റെ ഒരിക്കലായിട്ട് ആ രാജ്യത്വം പ്രാപിച്ചതുകൊണ്ട് കിട്ടും. അതുകൊണ്ട് അവൻ ഓരോ തവണയും നമ്മളോട് ക്ഷണിച്ച് തന്നെയാവുന്നു. കാരണം നമ്മൾ വെറും ജഡമെന്ന് അറിഞ്ഞിട്ട് തന്നെയാവുന്നു നമ്മൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ. സിയോനിന്റെ വചനമൊക്കെ കഴിഞ്ഞ് യേശുവേ എന്നൊക്കെ വിളിപ്പിക്കുന്ന എന്തിനാവുന്നു? ആ ഓരോ തലത്തിൽ നമുക്ക് പറ്റാത്ത തലങ്ങളിലേക്ക് നടക്കുവാനായിട്ട് അതാത് പോയിന്റിൽ കർത്താവിനെ വിളിച്ചിറക്കുവാനുള്ള ഒരു പ്രാക്ടീസ് ആവുന്നു. ശുശ്രൂഷയിലൂടെ അനേകം വെളിച്ചങ്ങളെ അനേകം ശുശ്രൂഷകളെ നമ്മളിലുള്ള അനേകം മേഖലകളിലേക്ക് കടന്നു എന്ന് പ്രവർത്തിക്കാനുള്ള ആത്മാവിനെ ആവുന്ന കർത്താവ് അതിലൂടെ എന്ന് പറയുന്നത്. അത് പകരുന്ന അവസ്ഥയിൽ എന്ത് പറ്റുന്നു? നമ്മൾ അറിഞ്ഞാലും നമ്മളിവിടെ അത് കഴിഞ്ഞ് എഴുന്നേറ്റ് പോയി കഞ്ഞി കുടിക്കും, അതാണ് നമ്മളൊക്കെ അറിയാവുന്ന കാര്യം. പക്ഷേ ഇതിനകത്ത് നടക്കുന്ന എന്താണ്? ഈ ഓരോ തലത്തിലേക്കും പെയ്തിറങ്ങുന്ന ആ തീ അതിന്റെ പ്രവൃത്തി ചെയ്യാൻ തുടങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെയെല്ലാം അത് ഉദ്ദേശിക്കുന്ന ശുശ്രൂഷകൾക്ക് തടസ്സമായി നിൽക്കുന്ന ഇരുളുകൾ പ്രത്യക്ഷപ്പെട്ട് വരാറുണ്ട്. അത് പ്രത്യക്ഷപ്പെട്ട് വരുമ്പോഴോ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ മണപ്പാടെ നമ്മൾ ഈ ലോകത്ത് പോലും വല്ലാത്ത രീതിയിലാവുന്നു, നമ്മൾ മയങ്ങിപ്പോകുന്നു, അല്ലെങ്കിൽ നമുക്ക് വല്ലാത്ത മത്സരങ്ങളായിരിക്കും ആ സമയത്ത് കയറി വരുന്നത്, വല്ലാത്ത എതിർപ്പുകളായിരിക്കും കയറി വരുന്നത്, അല്ലെങ്കിൽ ഓടിപ്പോകാനുള്ള മോഹനങ്ങളായിരിക്കും, ഇങ്ങനെ പല രീതിയിലായിരിക്കും അത് വെളിപ്പെടുന്നത്. അപ്പൊ അവിടെ ഒക്കെയും അതൊന്ന് വെളിപ്പെട്ട് വരുന്ന പോയിന്റിൽ തന്നെ അതിനു മുമ്പ് തന്നെ ആ യേശുവേ എന്ന് വിളിച്ച് നടക്കുവാനുള്ള ആ ഒരു ശുശ്രൂഷയുടെ പ്രാക്ടീസിങ്ങിനാണ് കർത്താവ് കൂടെ. നമ്മൾ ഉറക്കം വിളിച്ചാലും അല്ലാതെ വിളിച്ചാലും ഒക്കെ ഈ ഒരു കാര്യം ചെയ്യുകയാണെങ്കിലോ അതിനപ്പുറത്തേക്ക് നമുക്കൊരു ബോധം നിലനിന്ന് കിട്ടുന്ന ഒരു അവസ്ഥ. ഇപ്പം തന്നെ നമുക്കൊരു ക്ഷീണമായിട്ടോ പ്രയാസമായിട്ടോ മടുപ്പായിട്ടോ അസൂയായിട്ടോ വിഷമായിട്ടോ ഒക്കെ ആയിരിക്കും പറ്റുന്നത്. പക്ഷേ കർത്താവിലേക്ക് കണക്ട് ചെയ്യുമ്പോഴോ അപ്പോഴാവുമ്പോൾ സുഖസ്ഥാനങ്ങളാണ്. അതെല്ലാം നമ്മളെ പഠിപ്പിച്ചതുപോലെ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ നല്ല ലാവിഷായിട്ട് സ്വസ്ഥമായിട്ട് ഊണൊക്കെ കഴിഞ്ഞ് ഒരു പഴകൂടെ തിന്നിട്ടിരിക്കുമ്പോഴല്ല നമ്മുടെ ശക്തിയെ അത്രയും ലക്ഷറിയസ് ആയിട്ടുള്ള കണ്ടീഷൻ അല്ല അത്. ഹിന്ദുക്കുമാരിൽ കൂടി ആ യുദ്ധങ്ങളിൽ കൂടി കടന്നു പോകുമ്പോഴാവുന്നു പാശ്ചാത്യ കൊമ്പിനും നടുവിൽ വെച്ച് അല്ലെ കൊമ്പിനിടയിൽ വെച്ച് ഞാൻ നിങ്ങളെ വിടിവിക്കും എന്ന് പറഞ്ഞ ഹാരനിയ കർത്താവ് പറഞ്ഞെങ്കിൽ ഹാരനിയ ആ ഒരു ഞെരുക്കത്തിൽ കൂടി കടന്നു പോകുമ്പോഴാവുന്നു നമ്മൾ ഇരുളുകൾ പുറപ്പെട്ടു വരുന്നത്. ഹാരനിയ അവിടെ വെച്ച് കർത്താവിന്റെ സൈഡിലേക്ക് ഒന്ന് മാറുമ്പോഴോ ഹരനി ഇരുൾ നമ്മൾ വേർപെട്ടു പോവുകയും ചെയ്യുന്ന അത് തീർച്ചയായിട്ടും വേദനപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. കാരണം ആ ലൈഫ് ഒന്ന് കടന്നു നമ്മളുമായിട്ട് പറ്റിച്ചേർന്നിരിക്കുന്ന കഴിഞ്ഞ ദിവസത്തെ ശുശ്രൂഷയിൽ പറഞ്ഞു ആ ട്രിപ്പിളിനോട് പറ്റി പിടിച്ചിരിക്കുന്ന സർപ്പത്തെ വധിച്ച് കീറി എടുത്ത് തീയിലേക്ക് ഇട്ടു. പക്ഷെ തീയിലിട്ടപ്പോൾ അത് ഭയങ്കര വലിപ്പം കാണിച്ചു എന്ന് പറഞ്ഞു. ട്രിപ്പിൾ അല്ലെങ്കിൽ ഇവിടെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ആ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണെങ്കിൽ നമ്മളുടെ കർത്താവിന്റെ ആത്മാവിനോട് റെസ്പോണ്ട് ചെയ്യണം. നമ്മളിലുള്ള ഏറ്റവും എളുപ്പത്തിൽ റെസ്പോണ്ട് ചെയ്യുന്ന ഒരു കൃപയായിരിക്കും, നമുക്ക് പാട്ട് പാടാനായിരിക്കും, അല്ലെങ്കിൽ ദർശനമായിരിക്കും, അങ്ങനെ പല കാര്യങ്ങൾ ഏതും ആയിക്കോട്ടെ. ഒരു ഹെൽപ്പ് ചെയ്യാനുള്ളതായിരിക്കും, ഏതെങ്കിലും സ്വഭാവങ്ങളായിക്കോട്ടെ. ആ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു തലം അതിൽ
അതിലേക്കാവുന്ന പെട്ടെന്ന് ഹല്ലേലൂയ ആത്മാവ് ഒന്ന് കണക്ട് ചെയ്തു. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഒന്ന് കൈയടിക്കാനായിരിക്കും, അല്ലെങ്കിൽ ഹല്ലേലൂയ ഒന്ന് ശ്രദ്ധിക്കാനുള്ളതായിരിക്കും. ഇങ്ങനെയുള്ള അനവധിയായ ആ കൃപകളിലേക്ക് പെട്ടെന്ന് കണക്ട് ചെയ്തു വരുന്ന അവസ്ഥ. പക്ഷേ അതിലും അനേകമായ ദുഷ്ടം പറ്റിപ്പിടിച്ചിരിക്കുന്ന അവസ്ഥകളുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെയാണ് നമ്മളത് കേൾക്കുന്നുണ്ടായിരിക്കും, നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരിക്കും, കൈയടിക്കുന്നുണ്ടായിരിക്കും, ആരാധിക്കുന്നുണ്ടായിരിക്കും, ഇതെല്ലാം ചെയ്യും. പക്ഷെ അതിനപ്പുറത്തേക്ക് കിടക്കാൻ പറ്റാത്ത. സോ ഹല്ലേലൂയ. ആ തടസ്സം വരുന്ന മോമെന്റിൽ ഇതാ പറ്റിപ്പിടിച്ചിരിക്കുന്ന സർപ്പമാകുന്നു വെളിപ്പെട്ട് വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കി. ഹല്ലേലൂയ. അതിനെ വലിച്ച് പറിച്ച് എടുത്ത് കളയാൻ, അതായത് അത്രയും ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. അതായത് പിന്നെ നമുക്ക് അതിനപ്പുറത്തേക്ക് അങ്ങ് പോകാൻ തോന്നുന്നില്ലാത്ത അവസ്ഥ. ഞാൻ കൈയടിച്ചായിരുന്നല്ലോ, പ്രാർത്ഥിച്ചായിരുന്നല്ലോ, അല്ലെങ്കിൽ ആരാധിച്ചായിരുന്നല്ലോ, അല്ലെങ്കിൽ ഇത്രയും ചെയ്തായിരുന്നല്ലോ ഒന്നും തോന്നൽ നമ്മൾ ലിമിറ്റ് ചെയ്ത് പോകുന്ന, അവിടെ വെച്ച് സ്റ്റോപ്പായി പോകുന്ന എന്താകുന്നു, അത് ആ പകലത്തിലേക്ക്, ആ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പകലത്തിലേക്ക് ഒന്ന് കടത്തിയെന്ന് പോയില്ല. ഹല്ലേലൂയ. സോ ആ അതിനപ്പുറത്തേക്ക് ഹല്ലേലൂയ മുമ്പോട്ട് കടക്കുമ്പോഴാവുന്നു ദൈവത്തിന്റെ ഇഷ്ടം അനുസരിക്കുന്ന കുഞ്ഞാടായിട്ട് മുമ്പോട്ടൊന്ന് കിടക്കുന്നത്. പക്ഷേ ഹല്ലേലൂയ ഇവിടെ എഴുതിയിട്ടുണ്ട്, വിളിക്കപ്പെട്ടവരും വിശ്വസ്തരുമായിട്ട് അവരെ ജയിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. പക്ഷെ ഈ ആളെല്ലാം കൂട്ടണമെങ്കിലോ ഈ കുഞ്ഞാടൊന്ന് മുമ്പോട്ട് പോയെങ്കിലേ പറ്റും. ഹല്ലേലൂയ. കാരണം ആ ഒരു കലയെ പോലും മുമ്പോട്ട് പറ്റുന്നതിനപ്പുറത്തേക്ക് നമ്മളിലുള്ള ദൈവികാംശം ഒന്ന് ഉണർന്നു കഴിയുമ്പോഴാണ് വീണ്ടും നമ്മളിന്ന് അടുത്ത ഉണർവുകൾ ഒന്ന് എഴുന്നേറ്റ് വരാറുണ്ട്. ഹല്ലേലൂയ. സിമ്പിളായിട്ട് ട്രൈ ചെയ്താൽ അറിയാം. അല്ലെങ്കിൽ നമുക്ക് ഈ ഉറക്കം വരുമോ ക്ഷീണം വരുമോ ഒക്കെ ചെയ്യുമ്പോൾ ഹല്ലേലൂയ അതിനപ്പുറത്തേക്ക് ഒന്ന് കടക്കാനായിട്ട് ദൈവത്തിനെ ആശ്രയിച്ചത്. നമ്മളല്ലാതെ കിടന്ന അഭ്യാസം കഴിച്ചാൽ TV കണ്ട് ക്ഷീണം മാറ്റിയേക്കാം, അല്ലെങ്കിൽ മൊബൈലിൽ നോക്കി ക്ഷീണം മാറ്റിയേക്കാം, നമുക്ക് കഴിഞ്ഞാൽ അത് വേറെ വഴിക്ക് പോകാം. ഹല്ലേലൂയ. പക്ഷെ ഈ രീതിയിലൊന്ന് ക്ഷീണം മാറ്റാൻ ശ്രമിച്ചു കഴിയുമ്പോൾ ഹല്ലേലൂയ ക്ഷീണം ഒന്ന് വർദ്ധിച്ചു വരികയും ഹല്ലേലൂയ പക്ഷേ നമ്മളൊന്ന് മുമ്പോട്ട് എടുക്കുമ്പോഴോ ഹല്ലേലൂയ നമ്മൾ തന്നെ വീണ്ടും അടുത്ത ഉണർവുകൾ ഹല്ലേലൂയ ആ ഉറക്കം തന്നെ അത് മാറിപ്പോകുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ് ചെയ്യും. ഹല്ലേലൂയ. അതിലേക്ക് ഇത് ഈ ഉറക്കത്തിന്റെ കാര്യം പറഞ്ഞെങ്കിൽ ഏതൊരു കാര്യം നമുക്ക് ആ കോപം ഇങ്ങനെ കയറി വന്ന് ഇപ്പൊ തന്നെ അത് പൊട്ടിത്തെറിച്ചാൽ പോകാന്നുള്ള അവസ്ഥ വരുമ്പോഴും അവിടെ ഹല്ലേലൂയ ഇതേ കാര്യങ്ങൾ അതുപോലെ ദൈവികമല്ലാത്ത ഏത് കാര്യം കയറി വരുമ്പോഴും ഇങ്ങനെ അപ്ലൈ ചെയ്ത് വരുമ്പോഴാവുന്നു ഹല്ലേലൂയ അത് അവിടെ ഒരു കുഞ്ഞാട് എഴുന്നേറ്റ്. ആ കൂടെയുള്ള മൃഗം തന്നെയായിരുന്നു, പക്ഷേ അതിന്റെ ദൈവികാംശം ഒന്ന് രൂപപ്പെട്ട് വന്ന് ഹല്ലേലൂയ ദൈവത്തിന് വഴങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് വന്ന് മുമ്പോട്ട് കടന്നു വരുന്നത്. എങ്കിലേ അതിനോടൊപ്പം ഹല്ലേലൂയ മറ്റനവധി ദൈവികാംശങ്ങളോട് എഴുന്നേറ്റ് വരുന്നത് കൊണ്ട് തന്നെയാവുന്നു ഹല്ലേലൂയ നമ്മുടെ ഉറക്കം ക്ഷീണം കുറഞ്ഞു വരികയും തെളിച്ചം വരികയും ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ഒരു മേഖലയാവുന്നു നമുക്ക് യുക്തം കൊള്ളുന്നത്. നമ്മളെന്ന് അതെങ്ങനെയെങ്കിലും ഒന്ന് കടന്നു പോകാമെന്ന് വിചാരിച്ച് കടന്നു പോകുന്നതുകൊണ്ട് എന്ത് പറ്റുന്നു, അഭിഷേകത്തോടെ പെയ്തിറങ്ങുന്ന അഭിഷേകം ദുഷ്ടെടുക്കുന്നു, വീണ്ടും അവൻ ബലപ്പെടുന്നു, കൂടുതൽ ക്ഷീണിതരും ബുദ്ധിമുട്ടുള്ളവരവസ്ഥ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ഒരു പ്രോസസ് നമ്മൾ എടുത്തേ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ. കുഞ്ഞാടിനോട് പോരാടും താൻ കർത്താതി കർത്താവും രാജാതി രാജാവും ആകുന്നുണ്ട്. നേരം യഥാർത്ഥത്തിലായിട്ടില്ല, പക്ഷെ തന്നിൽ ഇതാവുന്നു, ഈ ഒരു നിശ്ചയമാവുന്നു നമ്മൾ ഓരോരുത്തരിലേക്കും പകർന്നേക്കുന്നത്. അതാണ് സിയോൻ 2 മുമ്പ് പറഞ്ഞു ഓരോരുത്തരും അവരുടെ വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കുന്നത്. ഹല്ലേലൂയ. നമ്മളിലേക്ക് പകർന്നിരിക്കുന്നത് ഇന്നതാകുന്നുവെന്ന് നമ്മൾ തന്നെ തിരിച്ചറിയും. അല്ലാതെ നമ്മൾ അതും അടുത്ത് ഇതും അടുത്ത് മറ്റേ അടുത്തെന്ന് പറഞ്ഞിട്ടിട്ട് പോകുവാനല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവിടെ വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാണ്. അപ്പൊ അങ്ങനെ തന്നെയാവുന്നു യേശുവും താൻ ഈ ലോകത്തേക്ക് വന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ അതേ കാര്യങ്ങളിലൂടെ കടന്നു പോയപ്പോൾ ഓരോ പോയിന്റും തന്റെ വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാണ്. ഹല്ലേലൂയ. അടുത്തൊരു പോയിന്റിലേക്ക് കടക്കുന്ന അവിടെ ആ ഓരോ കാര്യത്തിലും അടുത്തത് വിഭാവനം ചെയ്തിരിക്കുന്ന ആ കാര്യം എന്താണോ അതിലേക്ക് അവർ കടന്നു. ഹല്ലേലൂയ. അവിടെ സ്നാനത്തിന് വന്നു. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു നിന്നാൽ ഞാൻ സ്നാനം ഏർപ്പെടുന്നൊക്കെ പറഞ്ഞപ്പോൾ കർത്താവ് എന്ന് പറഞ്ഞ് ഹല്ലേലൂയ സകല നീതിയും നടപ്പാകട്ടെ. അതായത് യോഹന്നാൻ സ്നാപകനെ സ്നാനപ്പെടുത്താനാവുന്ന വിട്ടിരിക്കുന്നത് ആ സ്നാനപ്പെടുത്താൻ അധികാരപ്പെടുത്തിയ യോഹന്നാൻ സ്നാപകനാൽ സ്നാനമേറ്റ് അശുശ്രൂഷയിലേക്ക് കടക്കുക എന്നുള്ള കാര്യം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ അതിനകത്തോടെ കടന്നുപോയി. അവിടെ ആ വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കി അതിലേക്ക് കടന്നപ്പോഴാണ് ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ ആ വിഭാവന ചെയ്ത ആ പ്രായത്തിലൂടെ കടന്നുപോയി. അപ്പൊ അവിടെ 1 തവണയോ 3 തവണയോ 4 തവണയോ അല്ല ഇവൻ എന്റെ പ്രിയപുത്രൻ ഓരോ പോയിന്റും സ്വപ്നത്തിൽ നിന്ന് സർട്ടിഫിക്കറ്റ് ഇറങ്ങി വന്ന് അതുവഴി തന്നെ വന്നു യാത്ര. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട്
ഹല്ലേലൂയ. ആ ഒരു തലത്തിൽ കൂടി കടന്നു പോയപ്പോഴാവുന്നു ഹല്ലേലൂയ ആ വിളിക്കപ്പെട്ട അനേകരെ ചുറ്റും കൂടാൻ തുടങ്ങി. ഹല്ലേലൂയ. എൻ്റെ പിതാവ് ആവശ്യിച്ചിട്ടല്ലാതെ ആരും എൻ്റെ അടുക്കൽ വരുന്നില്ല എന്ന് പറഞ്ഞെങ്കിൽ നമ്മളോട് പറഞ്ഞ പോലെ 10,000-ങ്ങളും 1,000-ങ്ങളും 10,000-ങ്ങളും ലക്ഷങ്ങളും ഒക്കെ അവന് പിൻപറ്റി. പക്ഷേ ഹല്ലേലൂയ വീണ്ടും അടുത്ത തലത്തിലേക്ക് വന്നപ്പോഴോ ചില കാര്യങ്ങളൊന്ന് പറഞ്ഞപ്പോൾ അവർ പലരും പിൻവാങ്ങിപ്പോയി എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അതിനകത്ത് തിരഞ്ഞെടുക്കപ്പെട്ട കൂട്ടത്തിലേക്ക് വന്നു. ഹല്ലേലൂയ. ഇപ്പൊ ബാക്കിയുള്ളൊരു ഉപേക്ഷ ഇല്ല. ഹല്ലേലൂയ അവരും ഫോളോ ചെയ്തുകൊണ്ട് തന്നെ ഇരുന്നത്. ഹല്ലേലൂയ. പക്ഷെ അവർക്ക് ആ സ്റ്റേജിലേക്ക് കടക്കാൻ പറ്റിയിട്ടുണ്ട്. ഹല്ലേലൂയ. ആ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വീണ്ടും ഹല്ലേലൂയ വിശ്വസ്തരുടെ അവസ്ഥ. ഹല്ലേലൂയ. അപ്പൊ അവിടെ ആ ക്രൂശീകരണത്തിന്റെ സമയമായപ്പോൾ ശിഷ്യന്മാരെല്ലാം ഓടിപ്പോയി. അവർക്ക് ആ വിശ്വസ്ത പുലർത്താൻ പറ്റിയില്ല. പക്ഷെ അവരെ വിട്ടുകളയുകയല്ല ചെയ്തത്. ഹല്ലേലൂയ. അവരിലേക്ക് ആ ക്രിസ്തു വന്ന് ഒരു കല്യാണം ദൂരം മുന്നോട്ട് പോയി മുട്ടുകുത്തി ആ ക്രൂശീകരണത്തിന് മുമ്പ് ചെയ്ത അതേ പോസ് തന്നെ ക്രൂശീകരണം ചെയ്തു. ക്രൂശീകരണം കഴിഞ്ഞു. ഹല്ലേലൂയ. അവർ ഉയർത്തെഴുന്നേറ്റു. വീണ്ടും അവൻ 40 നാളോടെ ഹല്ലേലൂയ ഹല്ലേലൂയ അവരോട് കൂടി പാർത്തു എന്ന് പറഞ്ഞ് ഹല്ലേലൂയ പറഞ്ഞിരുന്ന അവരെ ഓരോ വശങ്ങളാൽ ഓരോ തിരിച്ചറിവുകളാൽ അവരെ ബലപ്പെടുത്തി വന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അവരെ ബലപ്പെടുത്തണമെങ്കിലോ ഈ ആദ്യമേ ഞാനൊന്നും അപ്പത്തേ കടന്നു പോയെങ്കിലേ പറ്റും. ഹല്ലേലൂയ. അപ്പൊ ആദ്യം ഇവര് തെരഞ്ഞെടുക്കപ്പെട്ട കൂട്ടത്തിലും വിശ്വസ്ത കാണിക്കാൻ പറ്റില്ല. പക്ഷെ അവരിലേക്ക് ആ വിശ്വാസം വന്ന് എങ്ങനെ പറഞ്ഞ് വിശ്വാസം വരുന്നതല്ല ചെയ്തേ. അല്ലെങ്കിൽ താൻ ആ ക്രൂശീകരണത്തിലൂടെ ജയിച്ച് പ്രാപിച്ചെടുത്ത ആത്മാവിനെ പകർന്നു തന്നെയാവുന്നു. അവരെ ബലപ്പെടുത്തി കൊണ്ടുവന്നു. ഒരു പർട്ടിക്കുലർ പോയിന്റ് വന്നത് ആ 50ക്ക് അപ്പുറത്തേക്ക് കാണും. ആ ലോകം ഭരിച്ചുകൊണ്ടിരുന്ന ലോകത്തിന്റെ ആത്മാവിന്റെ തലത്തെ ക്രോസ് ചെയ്ത് ഇത് 51ലേക്കാണ് പെന്തക്കോസ്റ്റ്. കൗണ്ട് ഓഫ് 50. ഹല്ലേലൂയ. ആ 50 ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞപ്പോഴോ അവര് അതിന്റെ ദൈവാത്മാവിനാൽ ഭരിക്കപ്പെടുന്ന ഒരവസ്ഥ. അവരെ ഭയം വിട്ടുമാറി. ഹല്ലേലൂയ. അവരുടെ അവിശ്വസ്തതകൾ കുറെ വിട്ടുമാറി. അതുകൊണ്ട് 100% ആയെന്നല്ല, വീണ്ടും 40 കിടക്കായി അല്ലെങ്കിൽ വീണ്ടും 50 ഇനി ക്രോസ് ചെയ്യാൻ കിടക്കായി. പക്ഷേ പെട്ടെന്ന് അവരുടെ അവസ്ഥകൾ മാറുകയാണ്. ഹല്ലേലൂയ. ഇത് ചെയ്യണമെങ്കിലോ നമ്മൾ തന്നെ ഒരു നല്ല എഴുന്നേറ്റ് മുന്നോട്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്നെങ്കിലേ പറ്റുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ അവര് ഹല്ലേലൂയ ശിഷ്യന്മാര് ആ വിശ്വസ്തരായിട്ടൊന്ന് പറ്റിച്ചേരാൻ തുടങ്ങി. പിന്നീട് അതിനോടനുബന്ധിച്ച് പിന്നീട് ഹല്ലേലൂയ ആ തെരഞ്ഞെടുക്കപ്പെട്ടവരും വിളിക്കപ്പെട്ടവരും ഒക്കെ അതിന്റെ പുറകെ വന്ന് ഒട്ടിച്ചേർന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ ഇവിടെ ഈ തലത്തിന് എത്രത്തോളം കണ്ടക്ടിവിറ്റി കൊടുക്കാൻ പറ്റുന്നോ അതിനനുസരിച്ച് പുറകോട്ട് ഹല്ലേലൂയ വെളിച്ചം കടന്ന് ചെല്ലാൻ തുടങ്ങുന്ന ഒരവസ്ഥ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മള് ഭൗതികമായിട്ട് ലോകപ്രകാരമുള്ള സുവിശേഷങ്ങൾ നല്ല കാര്യമായിരിക്കുന്നത്. ഹല്ലേലൂയ തന്റെ ശരീരമാകുന്ന തിരശ്ശീല ഒന്ന് കീറി തന്നെയാവുന്നു കർത്താവ്. ഹല്ലേലൂയ ആ വെളിച്ചത്തെ ആ അടച്ചിട്ടിരുന്ന ആ വെളിച്ചത്തെ ഒന്ന് വീണ്ടും ഹല്ലേലൂയ ലോകത്തേക്ക് ഒന്ന് പറഞ്ഞു. അത് അക്ഷരാർത്ഥത്തിൽ ഹല്ലേലൂയ അവിടെ ജെറുസലേം ദേവാലയത്തിൽ തിരശ്ശീല കീറിയതായിട്ട് ഹല്ലേലൂയ ഒന്ന് റെപ്രസെന്റ് ചെയ്തുവെങ്കിൽ ഹല്ലേലൂയ ഹല്ലേലൂയ അതിവിശുദ്ധ സ്ഥലത്ത് ആയിട്ടിരുന്ന തിരശ്ശീല കീറിപ്പോയി എന്ന് പറഞ്ഞെങ്കിൽ ഹല്ലേലൂയ ഹല്ലേലൂയ ലോകത്തേക്ക് അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് ഹല്ലേലൂയ വെളിച്ചം കടന്നു വരുന്നതിനെ തടഞ്ഞുകൊണ്ട് സാത്താൻ നിന്നിരുന്ന അല്ലെങ്കിൽ വെച്ചിരുന്ന മറുകളെ തന്റെ ശരീരത്തിൽ നിന്ന് കീറിയിട്ടുണ്ട്. ഹല്ലേലൂയ. അവൻ കൊണ്ടുവരുന്ന അനേകമായ പ്രലോഭനങ്ങളെ അവരുടേതായ തടസ്സങ്ങളെ ഓരോന്നിനും ജയിച്ചെടുത്ത് തന്നെയാണ് അവിടെ കീറുന്നത്. ഹല്ലേലൂയ. അവനത് ആ ഒരു തലം അവിടെ ക്ലിയർ ചെയ്ത് ഇതാവുന്ന വെളിച്ചം നമ്മളിലേക്ക് പകരുന്ന ഒരു വഴി അത് ക്ലിയർ ആക്കി നിർത്തിയിരിക്കുന്നു. അതുകൊണ്ടാവുന്നു യേശുവിനെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരെയും രക്ഷ പ്രാപിക്കുന്നതാണ്. ഹല്ലേലൂയ. 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 അപ്പൊ ആ രക്ഷ പ്രാപിക്കാൻ അവനല്ലാതെ മറ്റൊരു നാമവും ആകാശത്തിന്റെ കീഴിൽ നൽകപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. കാരണം അവൻ അവിടെ ഒരു സ്യൂഡമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വ്യാജമായിട്ടുള്ള അധികാരമല്ല പ്രാപിച്ചത്. അവൻ ഓരോ തടസ്സങ്ങളെയും തന്നെ ജയിച്ചെടുത്ത് വഴിയാവുന്നു. അവനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവരത് നമുക്ക് കരുവാനായിട്ട് വന്നു. അതുകൊണ്ട് നമ്മുടെ ഏത് അവസ്ഥയിലായിക്കോട്ടെ നമുക്ക് യേശുവിലേക്ക് എത്തിക്കാം. ഇന്ന് ഈ നിമിഷം തന്നെ നമുക്ക് കർത്താവിലേക്ക് ഒന്ന് കണക്ട് ചെയ്യും. ഹല്ലേലൂയ. നമ്മൾ രാവിലെ പറഞ്ഞ പോലെ ഹല്ലേലൂയ 2023 അവസാന ദിവസങ്ങളിലേക്ക് ആയിരുന്നു. ഹല്ലേലൂയ. നമ്മുടെ മിഷൻ വീണ്ടും ഇതിലേക്ക് കൊണ്ടുപോകാനല്ല നമ്മൾ യേശുവിനെ വിളിച്ചപേക്ഷിച്ചു. ഹല്ലേലൂയ. ഓരോ കാര്യത്തിലും കർത്താവിനെ വിളിച്ചിറക്കി തന്നെ ഹല്ലേലൂയ വിളിച്ചിറക്കുമ്പോഴോ അതിലേക്ക് നമ്മളിൽ നിന്നൊരു കുഞ്ഞാട് എഴുന്നേറ്റേ പറ്റും. ഹല്ലേലൂയ. തീർച്ചയായിട്ടും ഇരുളുകളുണ്ട്, യുദ്ധങ്ങളുണ്ട്. പക്ഷെ അതിലേക്ക് അങ്ങ് കടക്കാൻ ശ്രമിക്കുമ്പോഴാകുന്നു ഹല്ലേലൂയ അവിടെ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട കൂട്ടവും വിശ്വസ്തരുടെ കൂട്ടവും ഹല്ലേലൂയ ഒന്ന് അതിനോടൊപ്പം ഒന്ന് യാത്ര ചെയ്യുന്നത്. അതായത് നമ്മളുടെ യൂസ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിൽ നിന്ന്
മാറിപ്പോവുകയും ദൈവികമായ തലങ്ങൾ നമ്മളിന്ന് ഉണർന്ന് നമ്മെ യാത്ര ചെയ്യുകയും അതോടുകൂടി നമുക്ക് ഈ ഓരോ സ്റ്റേജിലും ലോകത്താൽ പിടിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥ ഭയമായിരിക്കും, ബുദ്ധിമുട്ടായി, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കും എന്നൊക്കെയുള്ള പല പല കാര്യങ്ങളായിരിക്കും. പക്ഷേ നമ്മൾ ഇത് ചിന്തിച്ചുകൊണ്ട് വല്ല വ്യത്യാസം വരും. നമ്മൾ വിചാരിക്കുമാറാണ് ഇതുകൊണ്ട് ഒരു കാര്യവും നടക്കാൻ പോകില്ല. ആ സമയത്ത് കർത്താവിലേക്ക് അടുത്ത് ഓരോ പോയിന്റും ആ ഒരു ഭയത്തെയും പുറത്താക്കി നമ്മൾ മുന്നോട്ട് എടുക്കുമ്പോഴോ അവിടെ വഴികൾ തുറന്നു വരുന്നൊരവസ്ഥ. ലോകം മുഴുവൻ നേടിയാൽ ഇന്ന് നീ നിന്റെ ജീവനെ നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ പറഞ്ഞു നോക്കിയത് നമ്മളെല്ലാ പ്രിപ്പറേഷൻസും നടത്തുന്നുണ്ടാകും. പക്ഷേ നമ്മൾ കർത്താവിന്റെ കണക്ടിവിറ്റി വിട്ടു പോയി കഴിയുമ്പോഴോ ഇതൊന്നും പ്രയോജനമില്ലാത്തൊരവസ്ഥ. വേറെ എങ്ങോട്ടും നമ്മൾ അന്വേഷിക്കാൻ പോകണ്ട. ലോകത്ത് നടക്കുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മൾ നോക്കിയാൽ മതി. എല്ലാവരുടെയും സ്ഥലങ്ങളിൽ നടക്കുന്ന യുദ്ധങ്ങൾ നടക്കുന്നു. അവിടെ തുടങ്ങുന്നതിന് മുമ്പ് വരെ ആ ജനങ്ങളൊക്കെയും തങ്ങളുടെ ജീവിതത്തിന് വേണ്ടുന്ന എത്രയോ കാര്യങ്ങൾ സ്വരുക്കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നിരിക്കും, എത്രയോ പ്ലാനിങ് ഉണ്ടായിരുന്നിരിക്കും, എത്രയോ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. കുട്ടികളുടെ ഭാവിയെ കുറിച്ചൊക്കെ ഓരോരുത്തർക്കും എന്തുമാത്രം ഒരു ആശകളുണ്ടായിരുന്നിരിക്കും ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ കാണുന്ന കാര്യങ്ങൾ പെട്ടെന്നാവുന്ന യുദ്ധമൊക്കെ പൊട്ടിപ്പുറപ്പെട്ടത് തീരെ കുഞ്ഞുങ്ങൾ തൊട്ട് പ്രായമായവർ വരെ തികച്ചും അരക്ഷിതാവസ്ഥയിൽ അവരുടെ ജീവൻ കിട്ടിയാൽ മതി എന്നുള്ള മാത്രം ആശയിൽ അവർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. സമൃദ്ധിയിലായിരുന്നവര് വെള്ളം പോലും കിട്ടാത്ത അവസ്ഥയിലായിരുന്നു. ഇതെല്ലാം ലോകത്ത് അത് അവിടെ വേറെ ഏതെങ്കിലും രാജ്യത്ത് നടക്കുന്നെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടങ്ങളുടെ എത്രയോ കാര്യങ്ങൾ എത്രയോ പിള്ളേരൊക്കെ പഠിച്ച് അവരുടെ ഭാവിയൊക്കെ സുരക്ഷിതമായിരിക്കുന്നു എന്ന് വിചാരിച്ച മോമന്റിൽ തന്നെ ഒന്നെങ്കിൽ സൂയിസൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ട് മരിക്കുന്നു, അല്ലെങ്കിൽ പല പല കാര്യങ്ങളിലേക്ക് പോകുന്നു, നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പൊ ഇവിടെയൊക്കെയും അവനെ നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ അതിനു വേണ്ടിയിട്ടാവുന്നു ജേസഫിലേക്ക് നമ്മളെ കൊണ്ടുവന്നത്. നാട്ടിലെല്ലാം സഭയില്ലേ, അവിടെയൊക്കെ സുവിശേഷയില്ലേ എന്നൊക്കെ പലരും പുറത്തുള്ളവർ ചോദിക്കുന്നു, അകത്തുള്ളവരും ചോദിക്കുന്ന അവസ്ഥയാണ്. പക്ഷേ ഇതിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള ഉത്തരം ഇതാവുന്നു. ജീവൻ ഉണ്ടാകുവാനും സമർത്ഥനായിട്ട് ജീവൻ ഉണ്ടാകുവാനും നമ്മളെ അപ്പൊ ജീവൻ ഉണ്ടാകണമെങ്കിലോ ജീവന് വിരുദ്ധമായിട്ട് നമ്മൾ നിൽക്കുന്ന അനേകം മരണങ്ങളെ മാറ്റി മാറ്റി കളഞ്ഞ് തന്നെ ജീവൻ സ്ഥാപിച്ചിട്ടേ പറ്റും. മറ്റേന്ന് പറഞ്ഞാൽ ജീവന്റെ വചനമൊക്കെ നമ്മൾ കേൾക്കുന്നു, അത് കേട്ട് ഒരു വഴി പോകുന്നു, നമ്മളുള്ള മരണവും അതോടൊപ്പം സഞ്ചരിച്ചു വന്ന് അത് ഉദ്ദേശിക്കുന്ന സമയങ്ങളിൽ അതതിന്റെ കാര്യം ചെയ്ത് കടന്നു പോവുകയും ചെയ്യും. അപ്പൊ അവിടെ വേറെ സംഘർഷങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാകുന്നില്ല, ആരും ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. നല്ല വചനവും നല്ല പാട്ടും നല്ല ഇതെല്ലാം കഴിഞ്ഞ് എല്ലാവരും സ്തോത്രം നടന്ന് വീട്ടിൽ പോകുന്നു. പക്ഷേ ഈ മരണം നമ്മളുടെ സഞ്ചരിച്ച് വന്നുകൊണ്ടേയിരിക്കും. ഇവിടെയോ നമ്മളെ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലാലും നമ്മൾ ഓടിച്ചിട്ട് പിടിച്ചായാലും ഈ മരണത്തെ ഒന്ന് തള്ളി മാറ്റി സ്വീകരണത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ആവുന്ന നമുക്ക് ആ ഇഷ്ടക്കേട് അങ്ങോട്ട് ഉദ്ദേശിക്കും ഇങ്ങോട്ട് വരാൻ ഇഷ്ടമില്ലായ്മയൊക്കെ വരുന്നത് നമ്മൾ മനസ്സിലാക്കുന്നതാണ്. അപ്പൊ അങ്ങനെ എന്നിട്ട് ഇപ്പോഴും ഇങ്ങനെയാണല്ലോ എന്ന് നമ്മളുള്ള ആ ഇതുകൾ നമ്മളോട് സംസാരിക്കും. പക്ഷേ നമ്മൾ വിചാരിക്കുമാറാണ് അനേകം നമ്മൾ അതിനെ തള്ളി മാറ്റി കൊണ്ട് ഇരുന്നത് കൊണ്ട് തന്നെയാവുന്നു നമ്മളെല്ലാവരും ഗ്രഹിക്കുന്നു. നമുക്കുള്ള ഓരോ നന്മകളും നമ്മുടെ ആരോഗ്യമായിക്കോട്ടെ, കാഴ്ചയായിക്കോട്ടെ, കേൾവി ആയിക്കോട്ടെ, ജോലി ആയിക്കോട്ടെ, സന്തോഷമായിക്കോട്ടെ, വീടായിക്കോട്ടെ, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും വീട്ടിലുള്ള ഓരോരോ സാധനങ്ങളായിക്കോട്ടെ, ഇതൊക്കെയും ഇതിൽ നിന്ന് പോരുന്നത് അല്ലെങ്കിൽ ചിലത് നഷ്ടപ്പെട്ടു പോയെന്നിരുന്നോട്ടെ, പക്ഷേ സ്റ്റിൽ ഇപ്പോഴും ഇത്രയും തന്നെ ഉള്ളതായിട്ടിരിക്കുന്നു. അതുകൊണ്ട് ആ ജീവനെ തടസ്സപ്പെടുന്ന അപ്പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ വിഴുങ്ങാൻ നിൽക്കുന്ന അനേകം കാര്യങ്ങൾ അതാണ്. 11, 12, 13 നമ്പർ എടുത്ത് ആരാന്നൊക്കെ ചോദിച്ച് കർത്താവ് 11 ഇങ്ങനെ, 12 അങ്ങനെ, 13 ഇങ്ങനെ എന്ന് പറഞ്ഞ് കർത്താവ് പറഞ്ഞെങ്കിൽ എല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബോധമില്ലാതെ നിൽക്കുന്ന അവസ്ഥകളെ കുറിച്ചാണ് കർത്താവ് ആ ഒരു ശുശ്രൂഷ ചെയ്തപ്പോൾ ആലയത്തിന്റെ 2 നാലിലൊന്നും നിറഞ്ഞു നിൽക്കുന്ന വലിയൊരു സർപ്പത്തെ കാണിച്ചു എന്ന് പറഞ്ഞ് വിഷം പറഞ്ഞുവെങ്കിൽ പൊളിച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞെങ്കിൽ അതിന്റെ വായിക്ക് അതെല്ലാം മഞ്ഞ നിറത്തിലായിരുന്നു എന്ന് പറഞ്ഞെങ്കിൽ നമുക്കറിയാം സർപ്പം എന്താ പറയുക ഗന്ധകം പെയ്തിറങ്ങുന്ന രീതിയിൽ അത് പുറപ്പെട്ടു വരുന്ന ഏത് മേഖലയും നശിപ്പിച്ചു കളയുന്ന രീതിയിൽ നിൽക്കുന്ന ആ ഒരു തലമാകും അഗ്നിപ്രവാഹത്തിൽ നിന്നൊക്കെ പുറപ്പെട്ടു വരുന്ന സൽഫറും അത് ചെന്ന് ചേർന്നിട്ടെല്ലാം ജീവിക്കുന്നതിനെ സകലത്തിനെ നശിപ്പിച്ചു കളയുന്ന കാര്യമാണ്. അപ്പൊ നമ്മൾ ഈ ബോധമില്ലാതെ നമ്മൾ തന്നെ ആ സർപ്പത്തിന്റെ വായായിട്ട് നിന്നുകൊടുത്ത്
കഴിയുന്നതും പറഞ്ഞ് ജീവനുള്ള സകലത്തിനെയും നശിപ്പിച്ച് കളയുന്ന ഹല്ലേലൂയ ഒരു ഫ്ലോ ആവുന്ന അതിലുണ്ടാകും. ഹല്ലേലൂയ. അപ്പൊ അതുമൊക്കെ നമ്മളിന്ന് മനസ്സിലാക്കി. അപ്പൊ അവിടെ ഹല്ലേലൂയ ആരാധിച്ചു കഴിഞ്ഞപ്പോൾ അതിന്റെ വായ നടച്ചു ഇല്ലേ? ഹല്ലേലൂയ. അപ്പൊ ഹല്ലേലൂയ നമ്മളുടെ കയറി വരുന്ന ടെൻഡൻസികളെ ഹല്ലേലൂയ അതായത് നീ ആ പറയാവുന്ന ടെൻഡൻസികളെ ഒന്ന് ചവിട്ടി ഒതുക്കി കളയും. നമ്മൾ അതിനെ നമ്മളെ തന്നെ വിട്ടുകൊടുക്കാതെ ഒന്ന് ഒതുക്കി കളയുമ്പോഴോ ഹല്ലേലൂയ അതിന് പിന്നെ വാ കിട്ടാതാവും. ഹല്ലേലൂയ വീണ്ടും നെഗറ്റീവ് പറയുന്ന അവസ്ഥ നമ്മളിൽ നിന്ന് വിട്ടുകൊടുക്കാത്തുള്ള അവസ്ഥ വീണ്ടും ആരാധിച്ചു കഴിയുമ്പോൾ അതിന്റെ സൈസ് തീർക്കായി വന്നു. അപ്പൊ വീണ്ടും നമുക്ക് ആ ടെൻഡൻസികൾ വരുന്നത് അതിന്റെ ഇഷ്ടം ചെയ്യാനുള്ള വരുമ്പോൾ നമ്മൾ അതിനെ വിട്ടുകൊടുക്കാതെ നമ്മൾ മുന്നോട്ട് കുഞ്ഞാണ്ട് ഒരു കല്ലേറെ ദൂരോടെ മുന്നോട്ട് ഹല്ലേലൂയ ഒരു ഈ കല്ല് ഹല്ലേലൂയ വസ്ത്രമാവുന്ന കല്ല് അറിയാനൊക്കെ സീറത്തിൽ നമ്മളെ പഠിപ്പിച്ചെങ്കിൽ ഹല്ലേലൂയ അപ്പൊ ഇവിടെ വെച്ച് തീർന്നു പോകുന്നതായിരിക്കും നമുക്ക് തോന്നുന്നത്. പക്ഷേ ഇല്ല, ഞാൻ മരിക്കുകയില്ല, ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും എന്ന് നമ്മളൊരു വചനം ഇടുമ്പോൾ കല്ലൊന്നും വോട്ട് ചെയ്തു. അപ്പൊ നിന്റെ വാക്കുപോലെ ഞാൻ പ്രവർത്തിക്കുന്നു കർത്താവ് പറഞ്ഞെങ്കിൽ ഇവിടെ മരിക്കുന്ന ഉള്ള രേഖ എഴുതിയാവുന്ന ദുഷ്ടം വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ വെച്ച് സകലത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നുള്ള രേഖ എഴുതിയാവുന്ന ദുഷ്ടം വന്നേക്കുന്നത്. പക്ഷേ നമ്മളെന്താണ് ആ ബുദ്ധിമുട്ടില് ഇല്ല, ഞാൻ മരിക്കുകയില്ല, ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കുമെന്നൊരു വാക്ക് അവിടെ ഇപ്രകാരം ഒരു കല്ലേറെ ദൂരം അവിടെ മുന്നോട്ട് പോകാൻ അതായത് ആ വായിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഞങ്ങൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഈ വാക്കിനാൽ വിഭാഗമാണ്. ആ ഒരു വചനം ആരാവുന്നോ നമ്മുടെ വായിലേക്ക് എടുത്തു തരുന്നത് ദൈവം തന്നെയാവും. ഇനി എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റിയാലും സാധിക്കാനും അവിടെ വെച്ചെല്ലാം തീരുമാനം പറയുന്ന ആ വചനം എടുത്ത് തന്നെ നമ്മൾ നിൽക്കുന്ന സാധനമാണ്. അതിന് വാ കൊടുക്കുമ്പോൾ ആ ഒരു മഞ്ഞ നദിയായിട്ട് അല്ലെങ്കിൽ ആ ഗന്ധക നദിയായിട്ട് ഒന്നെങ്കിൽ കർത്താവിന്റെ ആ വചനത്തിന് നമ്മുടെ വായന്ന് വിട്ടുകൊടുക്കുമ്പോഴോ അതൊരു ജീവജല നദി ഒഴുകാൻ തുടങ്ങുന്ന ഒരവസ്ഥയായി. ഇത് രണ്ടും നമ്മുടെ സമീപമായി നമ്മുടെ വായിലും ഹൃദയത്തിലും ഇരിക്കുന്നതാണ്. നമ്മുടെ ഏത് അവസ്ഥയായിക്കോട്ടെ നമുക്ക് ഇന്ന് കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു അതിലേക്ക് കടക്കുമ്പോൾ നമ്മളിലേക്ക് ആ അത്യുന്ന ശക്തി ഒന്ന് നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവരെ പുറത്തോ അവിടെ ഇവിടെ വ്യാപരിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഈ അത്യുന്ന ശക്തി ഒന്ന് വ്യാപരിച്ചതേ പറ്റുള്ളൂ. അത് ഒരു ദിവസം പെട്ടെന്ന് വ്യാപരിച്ചപ്പോൾ പറഞ്ഞു പോകുന്നൊന്നും ആരും വിചാരിച്ചിട്ട് കാര്യമില്ല. അല്ലെ ഇങ്ങനെയുള്ള ഓരോ സിറ്റുവേഷനിൽ കടക്കുക. അത്യന്ത ശക്തി വ്യാപരിക്കാൻ തുടങ്ങുന്നത് നമുക്ക് തന്നെ ഒന്ന് അറിയുന്ന നമ്മൾ ക്ഷീണിച്ചും മടുത്തും തൂങ്ങി ഒക്കെ ആയിപ്പോന്നു. പക്ഷേ ഈ അത്യന്ത ശക്തി ഒന്ന് വിളിച്ചറിയാം. നമുക്കറിയാം ഏത് അത്യന്ത ശക്തിയും ഒറ്റയടിക്കല്ല. അത് ആദ്യം അവര് ചെറിയ നീരൊഴുക്കായിട്ട് തുടങ്ങി ഒരു മഹാനദിയായിട്ട് നമ്മൾ തന്നെ അതിനൊരു ഗ്യാപ്പ് ഉണ്ടാക്കി. യേശുവെന്ന് വിളിച്ചു തന്നെ തുടങ്ങി. വീണ്ടും പ്രവർത്തികളിലേക്ക് കടന്നു വരുമ്പോഴോ ഐശ്വര്യ പള്ളി മാറ്റി മുന്നോട്ടൊന്ന് പോകാൻ പറ്റും. നമുക്കത് പ്രാക്ടീസ് ചെയ്ത് തന്നെ മുന്നോട്ട് എങ്കിലേ ഈ അത്യുന്ന ശക്തി അവിടെയാണ്. എങ്കിലേ ഈ അകത്ത് വരികയും പുറത്തു പോവുകയും പുതിയ മേച്ചിൽ സന്ദർഭുകയും ചെയ്യുന്നു. ജീവിതത്തിൽ അങ്ങനെ തന്നിൽ തന്നെ അതിനെ പ്രാപിച്ചെടുത്താൽ പുറത്തേക്ക് ഒഴുകിയ ഒഴുക്കിലാവുന്നു. അത്രയും ജീവിതങ്ങളെ ഒന്ന് പിടിച്ചെടുത്താൽ അത്രയും പരിമിതമായ ഞെരുക്കത്തിൽ അത് ചെയ്തതിന്റെ അവസ്ഥയിൽ അത് ചെയ്തെടുത്തുവെങ്കിൽ നമുക്ക് എത്ര അധികമായിട്ട് അത് ചെയ്യുവാൻ തക്കണം. മറ്റൊന്നിലേക്കും പോകണ്ട. അവരവർ ഫേസ് ചെയ്യുന്ന ഞെരുക്കങ്ങളിലും ബുദ്ധിമുട്ടുകളിലും ഒക്കെയും ഈ അത്യന്ത ശക്തി ഒന്ന് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ആ ബുദ്ധിമുട്ടിലാവുന്നു കർത്താവിന്റെ അത്യന്ത ശക്തി ഒന്ന് വ്യാപരിക്കുന്നു. രാവിലെ ഇവിടെ കേട്ടതുപോലെ എന്റെ കൃപ ആ ഒരു കൃപയെ ഉപയോഗിച്ച് തന്നെ പൗലോസ് യാത്ര ചെയ്തെങ്കിൽ നമുക്ക് അതിന്റെ കൃപയെ തന്നെ ആശ്രയിക്കാം.